സങ്കീർത്തകന്റെ വലിയൊരു പ്രാർത്ഥനയാണ്, കർത്താവെ നിന്റെ സന്നിധിയിൽ ഞാനിതാ ഓടി വന്നിരിക്കുകയാണ്. എന്നെ ആക്രമിക്കുന്ന പല ശക്തികളിൽ നിന്ന് കർത്താവെ ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. സങ്കീർത്തകന്റെ രണ്ടു വലിയ പ്രാർത്ഥനകൾ: ഒന്ന്, ദൈവഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണേ. രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവെ അങ്ങയുടെ ആത്മാവ് എന്നെ നയിക്കണം, നയിക്കേണ്ടത് നിരപ്പുള്ള വഴികളിലൂടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് ആവസിക്കാൻ നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തി ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയാണ്. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വന്ന് ആവസിക്കണമേ എന്ന് ഏറെ ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 68:9 കർത്താവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് സങ്കീർത്തകൻ എഴുതിയിരിക്കുന്ന: ദൈവമേ, അവിടുന്ന് ധാരാളം മഴ പെയ്യിച്ചു, അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അവകാശത്തെ പൂർവസ്ഥിതിയിലാക്കി അവിടുന്ന് മാറ്റി. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ മഴ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ മഴ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ മഴ, പരിശുദ്ധാത്മാവിന്റെ ആലിംഗനത്തിന്റെ അഭിഷേകമാരി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് ഓ പൊന്നു പരിശുദ്ധാത്മാവേ അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് നമ്മുടെ ചിന്തകളും വാക്കും മനസ്സും ഹൃദയവും എല്ലാം അടിയറ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ, ഈ പ്രാർത്ഥനാ മണിക്കൂറുകളെ എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, നിന്റെ അഭിഷേകത്തിന്റെ കൃപ, ആനന്ദത്തിന്റെ കൃപ, ദാനത്തിന്റെ കൃപ, ധൈര്യത്തിന്റെ കൃപ, സമാധാനത്തിന്റെ കൃപ, ഫലദാനങ്ങൾ, വരദാനങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ പൊന്നു പരിശുദ്ധാത്മാവേ അഭിഷേകം ആര് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആത്മാവിൽ പെയ്തിറങ്ങുന്ന മഴയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ ആത്മീയ ചൈതന്യം ചൊരിയണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനെയും ഓരോ ആത്മായ സഹോദരങ്ങളെയും ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അങ്ങയുടെ അഭിഷേകം ആരുകൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പൊന്നു പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മചൈതന്യമേ അഭിഷേകം ആരിയായി നിറയട്ടെ. വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ, വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ.
പൂർണ്ണമായ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ആവശ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മാവും മനസ്സും ഹൃദയവും ചിന്തകളും എല്ലാം അങ്ങേ കേൾപ്പിക്കുന്നു. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരെ നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ ചാരേ വന്നിരുന്ന് സ്വർഗത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗീയ ദാനമാകുന്ന പരിശുദ്ധാത്മ കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ, കത്തി ജ്വലിച്ചിടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, തിരുഹൃദയത്തിലൂടെ കണ്ടെത്തിയ ദൈവസ്നേഹം അനുഗ്രഹത്തിന്റെ പേമാരിയായി എങ്ങനെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നുവെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് കാണാം, നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സമയത്ത് എന്റെയും നിങ്ങളുടെയും ചിന്ത രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ എലീശ പ്രവാചകന്റെ മരണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് കടത്തിക്കൊണ്ടുപോവുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വചനം, 14 മുതലുള്ള വചനങ്ങൾ. എലീശായുടെ മരണം. എലീശ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യെഹോവാഷ് അവന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. എലീശ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. എലീശ തുടർന്നു, വില്ലു കുലയ്ക്കുക. അവൻ വില്ലു കുലച്ചു. രാജാവിന്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീശ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. എലീശ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീശ പറഞ്ഞു, കർത്താവിന്റെ വിജയാസ്ത്രം, സിറിയക്കെതിരെയുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കൂ. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്ത് അടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ച് നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. എലീശ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊബാബിയർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീശയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. എലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു. പ്രിയപ്പെട്ടവരെ, എലീശ പ്രവാചകനെ കുറിച്ച് പ്രഭാഷണത്തിൽ എഴുതി വെച്ചതുപോലെ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ദുസാധ്യമാകാതിരുന്ന എലീശ, അല്ലെങ്കിൽ എല്ലാം സാധ്യമായിരുന്ന എലീശ, മരണശേഷവും പ്രവചിച്ച എലീശ, മരണശേഷവും അത്ഭുതങ്ങൾ ചെയ്ത എലീശയെ കുറിച്ച് വചനം പറയുമ്പോൾ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എലീശയെ കുറിച്ച്. ഇവിടെ ഇതാ എലീശ മരണത്തോടടുത്തിരിക്കുന്നു. രോഗഗ്രസ്തനായി മരണക്കിടക്കയിൽ കിടക്കുന്ന എലീശയെ കാണുവാൻ, ദൈവപുരുഷനായ എലീശയെ കാണുവാൻ, ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം സ്വന്തമാക്കിയ എലീശയെ കാണുവാൻ രാജ്യത്തിന്റെ രാജാവ് കടന്നു വരികയാണ്. വരുമ്പോൾ ഭയം തിങ്ങി നിൽക്കുന്ന വികാര വായ്പോടുകൂടി രാജാവ് എലീശയോട് പറയുന്നു, പ്രഭോ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും എന്ന് പറഞ്ഞാൽ സിറിയ സൈന്യം അടിക്കടി ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം തീരുവാൻ പോവുകയാണ്. സംരക്ഷണം വേണമെന്നുള്ള
ആഗ്രഹത്തോടെ യുദ്ധത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിച്ചു വരുമ്പോൾ രാജാവിനറിയാം തന്റെ രാജ്യഭരണ വാഴ്ചയിൽ എലീശ പ്രവാചകൻ ദൈവത്തിന്റെ സന്ദേശങ്ങൾ പങ്കുവച്ചു കൊടുത്ത് തന്റെ ഭരണകാലം സുസ്ഥിരമാക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ ഇന്ന് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് താൻ കടന്നു വന്നേക്ക് തിരിച്ചറിഞ്ഞ രാജാവ് എലീശായെ തേടി വരുമ്പോൾ മരണക്കിടക്കയിലാണ്. എന്നാൽ ദൈവ പുരുഷനായ പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറഞ്ഞു നിൽക്കുന്ന എലീശ തന്റെ പ്രവർത്തനത്തിന് വിരാമമിടുന്നില്ല. കാരണം രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിനറിയാം താൻ സംസാരിച്ചതും ജീവിച്ചതും തന്റെ ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി അഭിഷേകത്താലാണെന്ന് വ്യക്തമായി അറിയാവുന്ന എലീശ ആ നിമിഷവും പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ ശക്തി എന്ന് വെച്ച് നാം പല കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ, ശക്തി ചോർന്നു കഴിയുമ്പോൾ മനസ്സധൈര്യപ്പെട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ പുറകോട്ട് പോകുന്നവരോട് ഇതാ എലീശ പറയുകയാണ്, ഇന്നാൾ വരെ ജീവിച്ചത് ഞാൻ എന്റെ ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാൽ. ആ ദൈവത്തിന്റെ ശക്തി ഇതാ മരണത്തോടടുത്ത് നിൽക്കുമ്പോഴും അതേ ശക്തിയോടെ എന്നിലുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ തന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന രാജാവിനെ സഹായിക്കുവാൻ കത്തി നിൽക്കുന്ന ആത്മാവിന്റെ ചലനത്തോടെ എലീശ രാജാവിനോട് പറഞ്ഞു. എലീശ പറഞ്ഞു, വില്ല് കുലയ്ക്കുക. വില്ല് കുലയ്ക്കാൻ രാജാവിനോട് ആവശ്യപ്പെട്ടിട്ട് എലീശ ഒരു കാര്യം ചെയ്തു. അവൻ വില്ല് കുലയ്ക്കുമ്പോൾ രാജാവിന്റെ കൈകളുടെ മേൽ തന്റെ കൈകൾ എലീശ വെച്ചുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിന്റെ ശക്തിയുള്ള ഒരു മനുഷ്യന്റെ അവശതപ്പെട്ട കൈകളോ കാലുകളോ ആകട്ടെ, അവന്റെ സാന്നിധ്യമാകട്ടെ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. ഇന്ന് ഓരോ വിശുദ്ധരുടെയും അഴുകാത്ത ശവശരീരങ്ങളും വിശുദ്ധ കുഴിമാടങ്ങളും ജീവൻ പ്രാപിക്കും വിധത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു വലിയ തത്വമാണ് പ്രിയപ്പെട്ടവരുള്ളത്. രാജാവിന്റെ കരങ്ങളിലേക്ക് എലീശ തന്റെ കരങ്ങൾ വെച്ചിട്ട് എലീശ പറഞ്ഞതൊരു കാര്യമുണ്ട്. വില്ല് കുലയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ട് വില്ല് കുലയ്ക്കാൻ പറഞ്ഞിട്ട് ഒറ്റ ഒരു കാര്യം, ആരുടെ കയ്യിലേക്കാണോ തന്റെ കൈകൾ ചേർത്ത് വെച്ചത് അവനോടൊരു കാര്യം ആവശ്യപ്പെട്ടു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ നിന്നോട് എന്താവശ്യപ്പെടുന്നു അത് ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതം പരിശുദ്ധാത്മാവ് നയിക്കുന്ന നിരപ്പായ പാതയിലേക്ക് എടുത്തു വെക്കപ്പെടും. എനിക്കും നിങ്ങൾക്കും അറിയാം, ധന്യം കദളിക്കാട്ടി മത്തായി അച്ഛന്റെ ജീവിതം പരിശോധിച്ചപ്പോൾ കണ്ടു, ഒന്നും അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നില്ല, എല്ലാം സ്വർഗം തന്നത്. അനേകം വൈദികരുടെ ഇടയിൽ നിന്ന് ഒരു സാധാരണ ഇടവക വൈദികനെ സ്വർഗം തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കൈവിരൽ മുറിച്ച് ഒരു പാപിനിയെ മാനസാന്തരപ്പെടുത്തുവാൻ രക്തം കൊണ്ട് അദ്ദേഹം എഴുതിയപ്പോൾ ദേശീയായ പാപിനിയായ സ്ത്രീ മാനസാന്തരപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ ചലിച്ചിരുന്നത് ദൈവത്തിന്റെ അതിസ്വാഭാവിക ശക്തിയായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. കുമ്പസാര കൂടുകളിൽ മണിക്കൂറുകൾ ഇരുന്നപ്പോൾ അദ്ദേഹം നിറഞ്ഞിരുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയായിരുന്നു. ആയതിനാൽ ധന്യം കദളിക്കാട്ടി മത്തായി അച്ഛൻ തന്റെ കരങ്ങളിൽ ദൈവകരം ദർശിച്ചതുകൊണ്ട് വില്ല് കുലയ്ക്കാൻ മടി കാണിച്ചില്ല. കിളിവാതിൽ തുറക്കുന്നത് പോലെ ദൈവ സ്വരത്തിന് വേണ്ടി കാതോർക്കുന്ന തുറക്കപ്പെടുന്ന വിശാലമായൊരു ഹൃദയം ധന്യം കദളിക്കാട്ടി മത്തായി ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം തന്റെ ഹൃദയം തുറന്നു വെച്ചപ്പോൾ രാജാവ് കിളിവാതിൽ തുറന്നപ്പോൾ വിജയാസ്ത്രയം പായിക്കാൻ രാജാവിന് സാധിച്ചെങ്കിൽ അതുപോലെ ആരൊക്കെ തന്റെ ഹൃദയവാതിലുകൾ തുറന്നു വെക്കുന്നോ ആ ഹൃദയവാതിലുകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയസ്ത്രം കടന്നു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നീ കാത്തൊരുങ്ങി പ്രാർത്ഥിക്കുമ്പോ നിന്നോട് പറയാൻ ഒരു കാര്യം, എലീശ തന്റെ രാജാവിന്റെ കരങ്ങളിലെ കൈകൾ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, കിളിവാതിൽ തുറക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിനക്ക് വേണോ? പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നിനക്ക് വേണോ? എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു കിളിവാതിൽ നീ തുറക്കണം. കർത്താവിന്റെ സ്വരം കേട്ട് ആരൊക്കെ കിളിവാതിലുകൾ തുറക്കപ്പെടുന്നോ അവന്റെ കൂടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി നിൽക്കുമ്പോൾ അവനിതാ നടക്കുകയായി പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളിലൂടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ പിതാവ് ജീവിക്കുന്ന പുത്രനായ യേശു
പിതാവിന്റെ അഭീഷ്ടപ്രകാരം ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി. പിതാവ് പറഞ്ഞിട്ടാണ് സ്നാപകന്റെ മുമ്പിൽ ഈശോ മുട്ടുകുത്തിയത് എങ്കിൽ, അല്ലെങ്കിൽ ഈശോ ജോർദാൻ നദിയിൽ ഇറങ്ങി നിന്നത് എങ്കിൽ, അവിടെ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെട്ടു. അവന്റെ മുമ്പിലേക്ക് ഇതാ പിതാവിന്റെ സ്വരം, പരിശുദ്ധാത്മാവിന്റെ താണിറങ്ങുന്ന ഒരഭിഷേകം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കിളിവാതിലുകൾ തുറക്കപ്പെടാനുണ്ട്. ഇനിയും രാജാവ് കിളിവാതിലുകൾ തുറന്നപ്പോൾ എലീശ പറഞ്ഞു എയ്യുക എന്ന്. കിളിവാതിൽ തുറക്കാതെ എയ്യാൻ ആവില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ കിളിവാതിൽ എപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവശക്തി ഇറങ്ങാൻ തടസ്സം നിൽക്കുന്ന ചില കിളിവാതിലുകൾ തുറക്കാനുണ്ട്, തുറക്കേണ്ടിയിരിക്കുന്നു. തന്നെ കതറിക്കാട്ടി മത്തായിച്ചൻ തന്റെ ജീവിതത്തിലെ കിളിവാതിലുകൾ സ്വർഗത്തിനു വേണ്ടി എപ്പോഴും തുറന്നു വെച്ചിരുന്നു. ഒരിക്കൽ പോലും അടയ്ക്കപ്പെട്ടിരുന്നില്ല. എന്തിനും ഏതിനും വേണ്ടി. രാത്രിയുടെ വിശ്രമവേളകൾ അദ്ദേഹത്തിന് ചുരുക്കമായിരുന്നു. വിശ്രമിക്കുമ്പോൾ പോലും ഒരു തടിക്കഷണം എടുത്ത് തലയണയായി വെച്ച് അദ്ദേഹം ഉറങ്ങിയത് എന്തിനാ? എന്റെ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ സുഖസുഷുപ്തിയിൽ ഞാൻ കിടന്നുറങ്ങിയാൽ, ഈ ശരീരം സുഖം ആസ്വദിച്ചു കൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ സ്വരം അതെനിക്ക് ഇടപെടാതെ കേൾക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ചിന്തയായിരുന്നിരിക്കണം. അതുകൊണ്ടല്ലേ അദ്ദേഹം ത്യാഗങ്ങൾ ഏറ്റെടുത്തത്. 3-4 കൂട്ടം കറികൾ കൂട്ടി ചോറ് കഴിക്കാമെന്ന് വന്യവൈദികൻ ഒറ്റ കറിയെ തരാവൂ എന്ന് സിസ്റ്റേഴ്സിനോട് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. കാരണം എന്തേ? ഈ പരിത്യാഗത്തിന്റെ വേളകൾ, ഈ പരിത്യാഗം എന്റെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടിയുള്ള കിളിവാതിലുകൾ തുറക്കപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, പരിത്യാഗം എവിടെയുണ്ടോ, ത്യാഗം എവിടെയുണ്ടോ, സാക്രിഫൈസ് എവിടെയുണ്ടോ, കിളിവാതിലുകൾ തുറക്കപ്പെടാൻ രാജാവിന്റെ എഫോർട്ട് ആവശ്യമായതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്തിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ഒരേകേട്ട ആവശ്യമുണ്ട്. അത് ത്യാഗമാണ്, എന്റെ പരിത്യാഗമാണ്, എന്റെ സാക്രിഫൈസ് ആണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിലെ ത്യാഗ സന്നദ്ധത എത്ര വലുതാണോ, കർത്താവിന് വേണ്ടി എന്തും എഫോർട്ട് എടുക്കാൻ, എന്ത് ത്യാഗവും ചെയ്യാൻ മനസ്സാകുന്ന ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ശക്തി കടന്നു വരിക തന്നെ ചെയ്യും. ഇവിടെ രാജാവ് ചെയ്തത് അതാണ്. അതുകൊണ്ട് രാജാവ് അമ്പെയ്തപ്പോ അതിനെ നോക്കി എലീശ പറഞ്ഞു, കർത്താവിന്റെ വിജയാസ്ത്രം. രാജാവ് ഏത് അസ്ത്രമെന്നല്ലല്ലോ എലീശ പറഞ്ഞത്, ഇത് കർത്താവിന്റെ വിജയാസ്ത്രം. പ്രിയപ്പെട്ടവരെ, അവന്റെ വിജയാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യതയാണ് സിറിയക്കെതിരെയുള്ള വിജയാസ്ത്രം. എന്താണ് അതിന് കാരണം? സിറിയ ഇസ്രായേൽക്കാരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുവാണ്, ഇസ്രായേലിന്റെ ശത്രുവാണ് സിറിയ. അപ്പോൾ കർത്താവിന്റെ അസ്ത്രം വന്നാൽ ശത്രുക്കളെ തോൽപ്പിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഇതാണ്. കർത്താവിന്റെ വിജയാസ്ത്രം സ്വന്തമാക്കാൻ ഒരു കൃപ എനിക്ക് വേണം. എന്റെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ മുമ്പിൽ ഏതെങ്കിലും ഒക്കെ കിളിവാതിലുകൾ തുറക്കപ്പെടാൻ ഇനിയുണ്ടെങ്കിൽ തുറക്കുവാൻ ഒന്ന് മനസ്സാകുമോ നീ എന്ന്? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് അവന്റെ വിജയാസ്ത്രങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പരാജയങ്ങളില്ലാതെ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അതാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. ഇനി രണ്ടാമത് എലീശ ഒരു കാര്യം കൂടി രാജാവിനോട് ആവശ്യപ്പെട്ടു. എന്തു പറഞ്ഞു? അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അമ്പെടുക്കുക എന്നല്ല എലീശ പറഞ്ഞത്, അമ്പുകൾ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഒരമ്പല്ല. അമ്പുകൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികമുണ്ട്. അമ്പുകൾ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എടുത്തു, മുഴുവൻ അമ്പുകളും അവൻ എടുത്തു. ഉടനെ എലീശ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്തടിക്കുക. അമ്പുകൾ നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. പ്രിയപ്പെട്ടവരെ, എന്നാൽ അപ്പോൾ ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഈ രാജാവിന്റെ കയ്യിൽ 3-ലധികം അമ്പുണ്ടായിരുന്നു, നിശ്ചയമാണ്. അതിനെ നോക്കിയാണ് എലീശ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇനി അതാണ് നമ്മുടെ മുമ്പിലേക്ക് ദൈവം ചില അവസരങ്ങൾ ഇട്ടുതരും. കർത്താവ് ഒരുക്കാനുള്ള അവസരങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ, ത്യാഗം ചെയ്യാനുള്ള അവസരങ്ങൾ, യുദ്ധം ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം ഇട്ടുതരും.
അവന്റെ സ്വരം കേട്ടാണ് നീ ഇറങ്ങുന്നത് എങ്കിൽ നിന്നുകൊണ്ട് 100% ആത്മാർത്ഥത നിനക്ക് കാണിക്കാൻ പറ്റിയാൽ നീ വിജയിച്ചു. ഇവിടെ രാജാവിനോട് പറഞ്ഞു അമ്പെടുത്ത് നിലത്തടിക്കുക. എന്നാൽ രാജാവ് വിജയം വരിക്കാൻ വേണ്ടി മാത്രം എലീഷായെ തേടി വന്നപ്പോ അവന്റെ ബുദ്ധി പ്രവർത്തിച്ചു. അമ്പെയ്തിട്ട് എങ്ങനെ യുദ്ധം അവൻ ചിന്തിച്ചു. രണ്ടാമത് അവൻ ചിന്തിച്ചു കാണും, ഈ നിലത്ത് അമ്പടിച്ചാൽ എങ്ങനെ യുദ്ധം വിജയിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴിയെ പോകുന്ന വ്യക്തികൾ, പരിശുദ്ധാത്മാവിന്റെ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം ബുദ്ധി മാറ്റിവെച്ചിട്ട് അവന്റെ ചോദ്യങ്ങൾക്കും അവന്റെ നിമന്ത്രണങ്ങൾക്കും 100% ആത്മാർത്ഥത കാണിക്കണം. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം കത്തി ജ്വലിക്കണമെന്നുണ്ടെങ്കിൽ നീ രണ്ടാമത് ചെയ്യേണ്ടത് 100% ആത്മാർത്ഥതയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജാവിന് ആത്മാർത്ഥത കാണിക്കാൻ പറ്റിയില്ല. 5 6 എന്ന് പറയുമ്പോൾ കയ്യിലിരുന്ന മുഴുവൻ അമ്പുകളും എടുത്ത് അടിക്കേണ്ടിയിരുന്നു. 3 പ്രാവശ്യം അടിച്ചു നിർത്തിയപ്പോൾ ആത്മാർത്ഥത കുറഞ്ഞുപോയി. ഇന്ന് പരിശുദ്ധാത്മാവ് മുഴുവൻ വീടത്തോടെ, സ്വർഗത്തിന്റെ വലിയ ആവാസത്തോടെ, ശക്തിയോടെ നിന്നെ ആവസിക്കണോ? നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ 100% ആത്മാർത്ഥതയോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കണം. എന്ത് കാര്യം ചെയ്താലും, ജോലി ചെയ്താലും, പ്രാർത്ഥിച്ചാലും, വചനം കേട്ടാലും, മുട്ടുകുത്തിയാലും, കൈവിരിച്ചാലും, നന്മ ചെയ്താലും, ആശുപത്രിയിൽ പോയാലും 100% ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആത്മാർത്ഥത കാണിക്കുന്നവന്റെ കൂടെ സ്വർഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. ഈ ആത്മാവിന്റെ ഇരട്ടി അഭിഷേകം സ്വന്തമാക്കി എലീശ പ്രവാചകന്റെ മരണശേഷവും അവൻ പ്രവചിച്ച അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഏലിയാന്ന് വീണ് കിട്ടിയ മേലങ്കി സ്വന്തമാക്കി ആ നിമിഷം മുതൽ അവൻ പരിശുദ്ധാത്മാവിന് തന്നെ കൊടുത്തു. അവന്റെ ബുദ്ധി അടിയറ വെച്ചു. എന്തും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒന്നാകാൻ കൊതിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എലീശ പ്രവാചകൻ രാജാവിനോട് പറഞ്ഞത് ആത്മാർത്ഥതയില്ലാതെയാണ് രാജാവ് ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് രാജാവിന്റെ ജീവിതത്തിൽ രണ്ടാമത് കർത്താവിന്റെ വിജയാസ്ത്രം കാണുവാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, എവിടെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ബുദ്ധി അടിയറ വെച്ച് നിൽക്കുന്നോ, പൂർണ്ണമായും ആത്മാർത്ഥതയോടെ വ്യാപരിക്കുന്നോ, അവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഇതാ വീണ്ടും നമ്മൾ കാണുകയാണ്, എലീശ പ്രവാചകൻ മരിച്ചു. അദ്ദേഹം മരിച്ചു. ഇതാ 20-ാമത്തെ വചനം, എലീശ മരിച്ചു, അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊബാബിയർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഇസ്രായേലിനെതിരെ അടുത്ത കൂട്ടർ മൊബാബിയർ വന്ന് ദേശം ആക്രമിക്കുകയാണ്. ഇസ്രായേൽക്കാർ ഒരുവരെ സംസ്കരിക്കാനായി അവർ കൊണ്ടുപോകുമ്പോൾ ഇത് ആക്രമി സംഘം ഒരു നേരെ പാഞ്ഞെടുക്കുമ്പോൾ ആ ജഡം എലീശയുടെ കല്ലറയിലേക്ക് വലിച്ചെറിയുകയാണ് സംസ്കരിക്കാൻ കൊണ്ടുപോയ ആളുകൾ. അപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണ്. എലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റു നിന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധരുടെ കബറിടങ്ങളിലേക്ക് ജീവനില്ലാത്ത വസ്തു സ്പർശിച്ചപ്പോൾ അത് ജീവനുള്ളതായി മാറി. ഇന്ന് ധന്യൻ കദളിക്കാട്ടി മത്തായിയച്ഛന്റെയും അനേകം വിശുദ്ധരുടെ കബറിടങ്ങളിൽ അനേകർ വന്ന് തന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിത വ്യാപാരങ്ങളെ സമർപ്പിച്ച് അവിടെയൊക്കെ പുതുനാമ്പുകൾ വരുവാൻ പ്രാർത്ഥിക്കുമ്പോൾ പുതുജീവിതത്തിലേക്ക് മക്കൾ ഉയർത്തപ്പെടുന്നെങ്കിൽ, പ്രതീക്ഷയിലേക്ക് അവരൊക്കെ മാറ്റപ്പെടുന്നെങ്കിൽ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുന്നെങ്കിൽ, ഇതാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ സത്യം. ദൈവത്തിന്റെ ശക്തി അവരിൽ ആപാത ചൂടാം നിർഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർഗളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വന്തമാക്കിയ തന്നെ കദളിക്കാട്ടി മത്തായിയച്ഛനെ പോലെ അദ്ദേഹത്തിന് മധ്യസ്ഥം ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി എന്റെ ജീവിതത്തിലേക്ക് പരിധികളില്ലാതെ, വ്യവസ്ഥകളില്ലാതെ ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപ സ്വന്തമാക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ കബറിടത്തിലേക്ക് ആരൊക്കെ കടന്നു വരുന്നോ അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആര് വന്നാലും ഒരു വ്യക്തിയെ പോലും വെറും കൈയോടെ പറഞ്ഞേക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ധന്യൻ കദളിക്കാട്ടി മത്തായിയച്ഛനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി അച്ഛന്റെ പടം കാണുന്നത്
6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ എന്റെ വീടിന്റെ ഭിത്തിയിൽ എന്റെ അമ്മ ധന്യം കദളിക്കാട്ടി മത്തായി അച്ഛന്റെ പടം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ സിസ്റ്റേഴ്സ് തന്നതായി ഈ പടം, ഈ അച്ഛൻ വിശുദ്ധരാകട്ടോ, പ്രാർത്ഥിച്ചോളാൻ. പ്രിയപ്പെട്ടവരെ, എന്റെ 10ാം ക്ലാസ്സിന്റെ വിജയം അതിമഹത്തായിരുന്നെങ്കിൽ അത് അച്ഛന്റെ ബപ്തിസം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്റെ +2 വിജയം അതിമഹത്തായിരുന്നെങ്കിൽ അത് അച്ഛന്റെ മധ്യസം ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് 10ാം ക്ലാസ് സൺഡേ സ്കൂളിൽ എനിക്ക് സ്കോളർഷിപ്പ് മാർക്ക് കിട്ടി. എങ്ങനെ കിട്ടി എന്ന് ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതുവരെ എപ്പോഴും അച്ഛൻ പറ്റി ജയിച്ചോണ്ടിരുന്ന ഞാൻ ഈ അച്ഛന്റെ മധ്യസം ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മടത്തി വന്ന ആ നാളുകളിൽ ഇതുപോലെ മെയ് 14 തൊട്ട് മെയ് 23 വരെ നടക്കുന്ന നൊവേനകളിൽ ഞാൻ പങ്കുചേരുകയാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വന്ന ക്യാമ്പ് ദിനങ്ങളിൽ മഠത്തിലേക്ക് വന്ന് അന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാൻ ഒറ്റ നിയോഗമേ ഉള്ളൂ, അച്ഛാ എന്നെ 10ാം ക്ലാസ് ഒന്ന് പാസ്സാക്കണം. രണ്ടാമത്തെ കാര്യം, വേദപാഠ പരീക്ഷയ്ക്ക് എനിക്കൊരു നല്ല മാർക്ക് തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, രൂപതര സ്കോളർഷിപ്പോടുകൂടി അന്ന് ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത് കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയും, അന്ന് മുതൽ ഈ സമയം വരെ ധന്യം കദളിക്കാട്ടി മത്തായിയുടെ ജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ ഏറെയാണ്. ഇന്ന് കബറിടത്തിൽ എഴുതിയിരുന്ന സാക്ഷ്യങ്ങൾ അതിലേറെയാണ്. അച്ഛന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. ഒരു വണ്ടി ആഗ്രഹിച്ചിട്ട് വണ്ടി കൊടുത്ത ജീവിതം, ക്യാൻസർ രോഗങ്ങൾ മാറിക്കിട്ടുന്നു. അതുപോലെ തന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിക്ക് മാനസാന്തരങ്ങൾ, കടക്കിയിലായിരിക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യങ്ങൾ, അനേകം സൗഖ്യങ്ങൾ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ധന്യം കദളിക്കാട്ടി മത്തായി അച്ഛൻ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ വേണ്ടി ഏതൊക്കെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നോ അത് മുഴുവൻ തുറന്നേ വെച്ചു, എന്നേക്കുമായി തുറന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ സ്വർഗമിതാ, അദ്ദേഹത്തിന്റെ മരണശേഷവും സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ട് കൃപകൾ ചൊരിയാൻ തുടങ്ങി. ഇത് അനുഗ്രഹത്തിന്റെ പേമാരി. കർത്താവിന്റെ മധ്യസ്ഥനായ, കർത്താവിന്റെ പ്രിയപ്പെട്ടവനായ ധന്യം കദളിക്കാട്ടി മത്തായിച്ചൻ വഴി ഈ ലോകത്തിലേക്ക് ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു പെൺകുട്ടി, നടക്കാനാവാത്ത പെൺകുട്ടി, കാലിന് പ്രശ്നമുള്ള പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ അച്ഛന്റെ മധ്യസ്ഥം വഴി വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ കാലിന് സ്വാധീനമില്ലായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ഞാൻ തിരുഹൃദയ മഠം മേലുകാവില് മഠത്തിൽ നിന്ന് പഠിക്കുമായിരുന്നു. കാണുന്നവരെല്ലാം പറയായിരുന്നു പെങ്കൊച്ചല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്, വീട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പം ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴേക്കും പറഞ്ഞു എല്ലാം ഒടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായതുകൊണ്ട് അമ്മ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിവാക്കി. ഞാൻ മഠത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരമ്മ പറഞ്ഞു, കദളിക്കാട്ടി മത്തായിച്ചൻ്റെ നൊവേന എന്നിട്ട് പറഞ്ഞു ഇത് ചൊല്ലിയാൽ മതി, കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ചൊല്ലിയാൽ മതി, അച്ഛൻ്റെ മുഖേന കാല് ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് എല്ലാ ദിവസവും രാത്രി ചൊല്ലുമായിരുന്നു. അങ്ങനെ 7 ദിവസം ചൊല്ലണമെന്നായിരുന്നു. ഞങ്ങൾ 3ാമത്തെ ദിവസം വരെയുള്ളൂ ചൊല്ലിയുള്ളൂ. 3ാമത്തെ ദിവസം അന്ന് ആയപ്പോഴേക്കും ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പോഴേക്കും കൂട്ടുകാർ കേട്ട് ചാടുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ചാടാൻ മേലായിരുന്നു. എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എടി നീ ചാടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചാടിയില്ല, എനിക്ക് അത്രയും ചാടാൻ മേല. എന്നിട്ട് ഞാൻ ചാടിയപ്പോഴേക്കും എൻ്റെ കാലിന് എന്താണ്ടൊരു അനുഭവപ്പെട്ടു, ഒരു ചെറിയൊരു വേദന പോലെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എനിക്ക് ചാടാൻ മേലെന്ന് പറഞ്ഞാൽ അവിടെ ഭിത്തിയിലേക്ക് മാറി ചാരി എന്നപ്പോഴേക്കും എനിക്ക് കാലിന് അപ്പോഴേക്കും ഒരു തരിപ്പ് പോലെ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും കാലിങ്ങനെ പതുക്കെ നൂർന്ന് വരുന്ന പോലെ തോന്നി. അപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ശരിയെ കാല് നൂർന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കൈവിരിച്ച് പിന്നെ അച്ഛൻ്റെ നൊവേന ചൊല്ലി എൻ്റെ കാല് ശരിക്കും പൂർണ്ണമായിട്ട് നേരെയായി. അപ്പോഴേക്കും കൂട്ടുകാരും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അവർക്കും ഭയങ്കര സന്തോഷം, കൂട്ടുകാർക്കും ഭയങ്കര എന്നെ കണ്ടപ്പോൾ തൊട്ട് അങ്ങനെ കാലിരിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ ശരിയായി ഇപ്പോൾ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവരും കരച്ചില്ല, ഞാനും കരച്ചില്ല. എന്താണ് ഭയങ്കര വളരെ പ്രധാനമായി സമയം നമ്മള് പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയുവാനായി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആഗ്രഹത്തോടെ, ഏറ്റവും വലിയ തീവ്രമായ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ സാധിക്കുന്നതിന് മുട്ടുകുത്തിയും ഇരിപ്പിടങ്ങളിൽ ഇരുന്നുമൊക്കെ കൈകൾ കുട്ടിപ്പിടിച്ച് കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായി നിറയപ്പെടുവാൻ ഒന്നു ചേർന്ന് ആഗ്രഹിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുരിശിന്റെ തണലിലിരുന്നങ്ങ്
തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെന്റെ മുറിവുകൾ മാഞ്ഞു പോയി കരുണാമയ. മുറിവുകളെല്ലാം തിരുമുറിവാക്കുമീ തിരുനിണധാരയിൽ ഞാനലിയാൻ. തിരുനിണധാരയിൽ ഞാനലിയാൻ. തിരുകുരിശിന്റെ തണലിലിരുന്നങ്ങേ മിഴികളിൽ നോക്കി ഞാൻ. തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെന്റെ മുറിവുകൾ മാഞ്ഞു പോയി കരുണാമയ. മുറിവുകളെല്ലാം തിരുമുറിവാക്കുമീ തിരുനിണധാരയിൽ ഞാനലിയാൻ. തിരുനിണധാരയിൽ ഞാനലിയാൻ. കൈകളൊക്കെ കുട്ടിപ്പിടിച്ച് വലിയ ദാഹത്തോടെ ഈശോ എന്നെ കാണും, ഈശോ എന്നെ അറിയും, എന്നെ ഇന്ന് തൊടും, ആ വലിയ വിശ്വാസത്തോടെ. ആരാധന പാടമാരാധന കാരുണ്യത്തിൻ കർത്താവേ ആരാധന. 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 ദിവ്യകാരുണ്യം ചൊരിയും ദിവ്യരക്ഷകനെ ഓസ്തിരൂപനേശുവേ ആരാധന. ദിവ്യകാരുണ്യം ചൊരിയും ദിവ്യരക്ഷകനെ ഓസ്തിരൂപനേശുവേ ആരാധന. ആരാധന പാടം ആരാധന കാരുണ്യത്തിൻ കർത്താവേ 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 ആരാധന. ദൈവസാദൃശ്യം നീക്കി ദാസനായി ദൈവം അനുസരണത്തോടെ മരണത്തോളം ശൂന്യനുമായി. ദൈവസാദൃശ്യം നീക്കി ദാസനായി ദൈവം അനുസരണത്തോടെ മരണത്തോളം ശൂന്യനുമായി. ആരാധന പാടം ആരാധന കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ആരാധന പാടം ആരാധന കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ക്രിസ്തു നമുക്കായി ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹം എന്തെന്നറിവൂ നാം. ക്രിസ്തു നമുക്കായി ജീവൻ പരിത്യജിച്ചു
എന്നതിൽ നിന്നും സ്നേഹം എന്തെന്നറിവൂ നാം. ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. സൃഷ്ടാവാം ദൈവം അത്യുന്നതനാം കർത്താവ്, ലോലമായൊരപ്പത്തോളം ചെറുതായി തീർന്നല്ലോ. സൃഷ്ടാവാം ദൈവം അത്യുന്നതനാം കർത്താവ്, ലോലമായൊരപ്പത്തോളം ചെറുതായി തീർന്നല്ലോ. ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ചെറുകാറ്റിൽ പോലും ചലിക്കും തിരുവോസ്തിയോളം, വൻകൊടുങ്കാറ്റും അടക്കും ദൈവം ചെറുതായി. ചെറുകാറ്റിൽ പോലും ചലിക്കും തിരുവോസ്തിയോളം, വൻകൊടുങ്കാറ്റും അടക്കും ദൈവം ചെറുതായി. കരങ്ങൾ വീശി ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിലെ എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഈശോ തരുന്ന വലിയ കൃപകളെ മുന്നിൽ കണ്ട്, കർത്താവ് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് മുന്നിൽ കണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ ഉയർത്തി നമുക്ക് ഈശോയെ ഒന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായ കർത്താവ് ജെറമ്യ 32:27 ഈശോ വചനം ഇപ്പോൾ പറഞ്ഞു തരികയാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? തിരുവോസ്തിയിൽ നിന്ന് നിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി, വിങ്ങുന്ന ഹൃദയങ്ങളിലേക്ക് നോക്കി, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് നോക്കി കർത്താവ് പറയുകയാ,
ഞാൻ സകല മർത്തരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, തിരുവോസ്തിയിലേക്ക് നോക്കി ഈശോയോട് പറ, ഈശോയെ ഞാൻ ഇവിടെയുണ്ട് കേട്ടോ. ഈശോ, ഞാനിവിടെ നിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഈശോയെ, നീ തിരുവോസ്തിയിൽ സത്യമായി സജീവനായി ജീവനുള്ളവനായി എഴുന്നള്ളിയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, നീ പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? കർത്താവേ, മഹത്വം വെളിപ്പെടാൻ, അനുഗ്രഹം സ്വീകരിക്കാൻ ഞാനിവിടെ നിൽക്കുകയാണ്. ഓരോ ഹൃദയങ്ങളും ഈശോയോട് പറയണം. ആരും ആരെയും ശ്രദ്ധിക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 1-ാം ദിവസമാണ്. 5 ദിവസം കർത്താവ് 5 അപ്പം എടുത്ത് 5000 പേർക്ക് കൊടുത്ത് സമൃദ്ധി ചൊരിഞ്ഞ കർത്താവ് 5 ദിനം കൊണ്ട് നിന്റെ ജീവിതത്തിൽ 5000-ലേറെ അനുഗ്രഹങ്ങൾ ഈശോ വർഷിക്കുമെന്ന് ബുദ്ധി കൊണ്ട് അളക്കല്ലേ മക്കളെ, ഹൃദയം കൊണ്ട് ആളെന്ന് കർത്താവിനെ സ്നേഹിച്ച് ഹൃദയം കൊണ്ട് അവനെ സ്വീകരിച്ച് വക്കോളം നിറയ്ക്കാൻ. അപ്പാ, ഈ തിരുവോസ്തിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാ. നീ എൻ്റെ ജീവിതം വക്കോളം നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാ. നീ നിന്റെ ഹൃദയത്തോട് പറ, എൻ്റെ മനസ്സേ, ഈശോ ഇവിടെയുണ്ട് കേട്ടോ. നീ ഭയപ്പെടണ്ട, നിന്റെ ഈശോ ഇവിടെയുണ്ട്. അനുഗ്രഹമായി ഈശോ ഇന്ന് നിന്നെ തേടി വരും. പ്രിയപ്പെട്ട മക്കളെ, നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കർത്താവേ, നീ ഇവിടെയുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വരും. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം അടുത്തുള്ള വേറെ ഒരു ജനമില്ല മക്കളെ. ആ ജനം നമ്മൾ മാത്രമാണ്. നിങ്ങളിത് വിശ്വസിക്കുക. ഹൃദയം നിറയെ കർത്താവ് സമീപസ്ഥനാണ്. വിലാപങ്ങൾ 3:55, 56, 57 വചനം. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, സഹായത്തിനായുള്ള നിലവിളിക്കെതിരെ ചെവി അടയ്ക്കല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അവിടെ എഴുതി വെച്ചിരിക്കുക, ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, നീ വിശ്വസിക്കുക. ഈശോ നിന്റെ അടുത്തോട്ട് ഇപ്പോൾ വരും. അൾത്താര വിട്ട് ഈശോ നിന്റെ അടുത്തോട്ട് വരും. നിനക്ക് പോകാൻ ഒരിടമില്ല കേട്ടോ. ഈശോ മാത്രമേ ഉള്ളൂ. കർത്താവെ, പോകാൻ ഒരിടമില്ല. അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. വിശ്വാസ കണ്ണോടെ ഈശോയെ കണ്ടേ മക്കളെ, വിശ്വാസ കണ്ണോടെ കാണ്. ഒരുപക്ഷെ തകർന്നു പോയ ജീവിതമാകാം, ഒരുപക്ഷെ പൊട്ടിപ്പോയ ജീവിതമാകാം, ഒരുപക്ഷെ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാവാം. എന്താണെങ്കിലും കൂട്ടിച്ചേർത്ത് തരാൻ ഈശോയ്ക്ക് പറ്റും മക്കളെ. എന്നെ അനുഗ്രഹിക്കാൻ അവൻ തിരുവോസ്തിയോളം ചെറുതായെങ്കിൽ എന്നെ വലുതാക്കാനേ അവൻ ആഗ്രഹമുള്ളൂ. എന്നെ ഇനിയും ചെറുതാക്കണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമില്ല മക്കളെ. അതുകൊണ്ട് എവിടെയൊക്കെ ചെറുതായി പോയെന്ന് നിനക്ക് തോന്നുന്നു, എവിടെയൊക്കെ നിനക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു, ശൂന്യതയുണ്ടെന്ന് തോന്നുന്നു, ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് വിളിച്ച മക്കളെ ഈശോയെ, വിളിച്ച എല്ലാ മക്കളും വിളിച്ച് ഈശോയെ.
മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം സജ്ജമാക്കാം. കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ആരാധിക്കുമ്പോൾ വലിയ വിടുതലുണ്ട്. ആരാധിക്കുമ്പോൾ വലിയ മഹത്വമുണ്ട് മക്കളെ. ഈ ദിവ്യകാരുണ്യ ധ്യാന ദിവസങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഇന്ന് ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഈശോ ഉത്തരം തരാൻ പോവുകയാണ്. അവൻ്റെ മുമ്പിൽ എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ ശരീരം സജ്ജമാക്കണം. കർത്താവിനെ ആരാധിക്കാൻ ഹൃദയം സജ്ജമാക്കണം. മിഴികൾ കർത്താവിനെ കണ്ടാരാധിക്കണം. എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കണ്ടെന്ന് പറയാൻ പറ്റണം. ഈ ആരാധന കഴിഞ്ഞ് നീ ഇറങ്ങിപ്പോകുമ്പോൾ ഈശോ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വചനം. യേശു നടന്നു പോകുമ്പോൾ ജന്മനാന്തനായ ഒരുവൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. കണ്ണ് കാണത്തില്ലാത്തത് കൊണ്ട് അവൻ യേശുവിനെ കണ്ടില്ല കേട്ടോ. പക്ഷെ ഈശോ അവനെ കണ്ടു. അവൻ അന്ധനാണെന്ന് ഈശോ കണ്ടപ്പോൾ അവന്റെ കണ്ണിന് ഈശോ കാഴ്ച കൊടുത്തു. ഇന്നൊരു പക്ഷെ സങ്കടം കൊണ്ടും വേദന കൊണ്ടും ഒക്കെ നീ ഈശോയെ കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടാവും. ഈശോ കേൾക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. ഈശോ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ ഈശോയെ എന്ന് ചിലപ്പോൾ നീ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇതാ ഈശോ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. നിന്നെ കാണുന്ന ഈശോയെ ഇന്ന് നീ കാണണം. നിന്റെ മനസ്സിനോട് നീ പറ, എന്നെ കാണുന്ന കർത്താവിനെ ഞാൻ ഇന്ന് കാണും. നിന്റെ മനസ്സിൽ നീ പറയണം, ഈ തിരുവോസ്തിയിൽ നിന്ന് എന്നെ കാണുന്ന ഈശോയെ ഞാൻ ഇന്ന് കാണും. അത് നിന്റെ വിശ്വാസമാ. ഇന്ന് ഈ രാത്രി, ഈ ദിവസങ്ങളിൽ ഈശോയെ കാണണം മക്കളെ. ജീവിതാനുഭവങ്ങളിലേക്ക് ഈശോയെ കാണണം. കർത്താവേ, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുകയാ. വീണ്ടും നമ്മൾ കാണും. കരങ്ങളടിച്ച് മനം തുറന്ന് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആരും ആരെയും ശ്രദ്ധിക്കരുത്. ഈശോ മാത്രമേ ഉള്ളൂ. ശക്തമായി കരങ്ങളടിച്ച് പാടി ആരാധിക്കട്ടെ. സത്യദൈവത്തെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. യേശുനാഥനെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. സത്യദൈവത്തെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. യേശുനാഥനെ ആരാധിക്കുവാൻ ഒന്നു ചേർന്നിടാം. സൃഷ്ടിതാവിനെ ആരാധിച്ചിടാം. രക്ഷിതാവിനെ ആരാധിച്ചിടാം. സൃഷ്ടിതാവിനെ ആരാധിച്ചിടാം. രക്ഷിതാവിനെ ആരാധിച്ചിടാം. ഏകരക്ഷക അങ്ങയ്ക്കെന്നുമേ ആരാധന. പാപമോചക അങ്ങയ്ക്കെന്നുമേ ആരാധന. ഏകരക്ഷക അങ്ങയ്ക്കെന്നുമേ ആരാധന. പാപമോചക അങ്ങയ്ക്കെന്നുമേ ആരാധന. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടാം. ആരാധിച്ച് സ്വതന്ത്രരാകാം. ആരാധിച്ച് ആഹ്ലാദിക്കാം. ആരാധിച്ച് സാക്ഷ്യമേകിടാം. സായുജ്യമടഞ്ഞിടാം. ആരാധിച്ച് സ്വതന്ത്രരാകാം. ആരാധിച്ച് ആഹ്ലാദിക്കാം. ആരാധിച്ച് സാക്ഷ്യമേകിടാം. സായുജ്യമടഞ്ഞിടാം. ഏകരക്ഷക അങ്ങയ്ക്കെന്നുമേ ആരാധന.
ഈശോ ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരമ്മയോട് ഈശോ പറയുന്നു, നിന്റെ മകനെ നിന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഈശോ അമ്മയെ ആശ്വസിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ ഇന്ന് വലതു ചെവിക്ക് ചൊറിച്ചിലും കേൾവി കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ തേങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്നെ കാണും നിന്നെ എനിക്കിന്ന് കാണണം. അതുമാത്രം വാശി പിടിച്ച് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ മഷിയിട്ട് നോക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ ഈശോയ്ക്കെതിരായ ഒരു പാപമാണ്. ആ പാപത്തിൽ പെട്ടുപോയ ഒരു വ്യക്തിയോട്, ഒരു ചെറുപ്പക്കാരനാണ് ഈശോ പറയുന്നു, തിരിച്ചു വരിക, ഈശോയാണ് വലുതെന്ന് പറയുന്നു. കുടുംബത്തിൽ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ്, സമാധാനമില്ല, 4 വർഷമായി കുഞ്ഞുങ്ങളില്ല. ഇത്രയും ഈശോ മകനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, അനുദപിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ ഇറങ്ങി നടക്കുകയാണ്, ആലയത്തിലൂടെ ഇറങ്ങി നടക്കുകയാണ്. ഈശോ നടുവിന് വേദന, 4ാമത്തെ വെട്രിപ്പയ്ക്ക് ബുദ്ധിമുട്ട് വന്ന് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, മുല്ലപ്പൂവിന്റെ സുഗന്ധം കൊണ്ട് ഈ ആലയം നിറഞ്ഞിരിക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ രണ്ടുയർത്തി വിളിച്ച ഈശോയെ, എല്ലാ മക്കളും വിളിക്കട്ടെ, മനം തുറന്ന് വിളിക്കട്ടെ, ആഗ്രഹിച്ച് വിളിക്കട്ടെ. ഈശോ, 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 ഈശോയ, 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 ഈശോ. കഠിനമായ തലവേദന, 4 പേരിൽ ഒരു സിസ്റ്ററിനെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലവേദന ഈശോ സൗഖ്യപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ. 5 തവണ OET എക്സാം എഴുതിയ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവൾക്കത് കിട്ടിയിട്ടില്ല, ഇനി എഴുതുന്നില്ലെന്ന് പറഞ്ഞിരിക്കുവാണ്. ഈശോ പറയുന്നു, ഒന്നുകൂടെ എഴുതുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈശോ പറയുന്നു. പ്രതീക്ഷ കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സാബു എന്ന് പറയുന്ന വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, ആരും ആരെയും ശ്രദ്ധിക്കരുത്. ഒറ്റ പ്രാർത്ഥന, ഇന്ന് എനിക്ക് ഈശോ അനുഭവമാകണം. വേറെ ഒരു പ്രാർത്ഥനയില്ല. ഈശോ, എനിക്ക് നീ എന്നെ കാണുന്നെന്ന് ഒരനുഭവം എനിക്ക് വേണം. ഈശോയെ, നിന്റെ കണ്ണുകൾ എന്റെ നേരെ തിരിക്കലേ എന്ന് പ്രാർത്ഥിക്ക്. ഈശോ പറയുന്നല്ലോ, ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് വേണ്ടി ഒരമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ആ അമ്മയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. ആ കുടുംബത്തിന് ഈശോ യോജിപ്പ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ, 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 ഈശോ. ഹദിമലമല എല്ലാ മക്കളും സ്തുതിച്ചേ, മനം തുറന്ന് സ്തുതിച്ചേ. അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ മക്കളെ, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ബ്രെയിൻ ട്യൂമർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും വെള്ളം കെട്ടുന്നെന്ന് ഡോക്ടർമാര് പറഞ്ഞ് ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു മകന് എന്റെ ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ശക്തമായി പ്രാർത്ഥിച്ചോ. ഇപ്പോൾ ഈശോ പൂർണ്ണ സൗഖ്യം കൊടുത്തെന്ന് ഈശോ വ്യക്തമായി കാണിച്ചു തരുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സഹോദരന്റെ മദ്യപാനം കൊണ്ട് ഒരു മകൾ വല്ലാതെ വേദനിക്കുന്ന ഒരവസ്ഥ ഈശോ മാനസാന്തര വരം കൊടുക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ, 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 ഈശോ. മോണ പഴുക്കുന്ന രോഗപീഠ ഈശോ എടുത്തു മാറ്റി അനുഗ്രഹം കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സന്നിധിയിൽ കൃപ നിറഞ്ഞ ഈ നിമിഷം മറ്റെല്ലാം മറക്കുക, നിന്നെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഈശോയോട്, ഈശോ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരുമില്ല ഈശോയെ, പോകാൻ ഒരിടമില്ല കർത്താവേ. ഇവിടെ ഈ ആലയത്തിൽ നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാ. ഈശോ, എനിക്ക് നിന്നെ വേണം. എല്ലാ മക്കളും പറഞ്ഞ്, ഈശോ എനിക്ക് നിന്നെ വേണം. ദാഹിച്ച മക്കളെ, മറ്റെല്ലാത്തിനും അപ്പുറത്ത്, സമ്പത്തും രോഗസമയത്തിനൊക്കെ അപ്പുറത്ത് ഈശോയോട് പറഞ്ഞ്, ഈശോയെ എനിക്ക് നിന്നെ വേണം. ഈശോയെ
എൻ്റെ കുടുംബത്തിന് നിന്നെ വേണം ഈശോയെ, എൻ്റെ മക്കൾക്ക് നിന്നെ വേണം ഈശോയെ, എൻ്റെ ജോലി മേഖലകൾ നിന്നെ വേണം ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിക്ക് നിന്നെ വേണം ഈശോയെ. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് എല്ലാ ജീവിതങ്ങളും വ്യക്തിപരമായി ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മക്കളെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ. ഞാൻ തേടുന്ന സ്നേഹ സന്തോഷങ്ങൾക്കെല്ലാം എന്നെന്നും ഒരു നാമമേയുള്ളൂ. ഞാൻ തേടുന്ന സ്നേഹ സന്തോഷങ്ങൾക്കെല്ലാം എന്നെന്നും ഒരു നാമമേയുള്ളൂ. അതു നസ്രായനായ യേശുവേ നിൻ നാമമേ. അതു നസ്രായനായ യേശുവേ നിൻ നാമമേ. എനിക്കങ്ങയെ വേണം യേശുവേ, അങ്ങേ ആശ്ലേഷത്താൽ എന്നെ കൈക്കൊള്ളണേ. കർത്താവിന്റെ ആശ്ലേഷത്താൽ നിറയുന്നത് ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. എനിക്കങ്ങയെ വേണം യേശുവേ, അങ്ങേ ആശ്ലേഷത്താൽ എന്നെ കൈക്കൊള്ളണേ. എനിക്കങ്ങയെ വേണം യേശുവേ, അങ്ങേ ആശ്ലേഷത്താൽ എന്നെ കൈക്കൊള്ളണേ. എനിക്കങ്ങയെ വേണം യേശുവേ, അങ്ങേ ആശ്ലേഷത്താൽ എന്നെ കൈക്കൊള്ളണേ. യേശുവേ എൻ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. യേശുവേ എൻ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. എല്ലാവരും ചേർന്ന് പാടുന്നു. അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. യേശുവേ എൻ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. യേശുവേ എൻ കർത്തനേ, അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. യേശുവേ എൻ രക്ഷകാ, അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. യേശുവേ എൻ രക്ഷകാ, അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നു. ഈശോയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുകയാണ്. ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്നെ കാണുന്ന കർത്താവിനെ ഞാൻ കാണുന്നു. ആ കർത്താവ് എന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോകുന്ന ഈ സമയം ഈശോയുടെ മുമ്പിൽ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ച് ഒന്നും നിങ്ങൾ എടുത്തുകൊണ്ട് പോയേക്കരുത്. നിങ്ങളിങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കാണുന്നു. അതുമാത്രമേ നിങ്ങൾ പറയാവൂ. കർത്താവ് അത് കാണാൻ കൺമുമ്പിൽ അവസരങ്ങൾ ഒരുക്കും ഈ ദിനങ്ങളിൽ. അതുമാത്രം ആഗ്രഹിച്ച് എല്ലാ നൊമ്പരവും എത്ര വലുതാണെങ്കിലും അത് മുഴുവൻ ഈ ആൾത്താരുടെ മുമ്പിൽ ദിവ്യകാരൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന ഈ സമയം ശിരസ് നമിച്ച് എല്ലാ മക്കളും കർത്താവിൻ്റെ മുമ്പിൽ എന്നെ കാണുന്ന കർത്താവിനെ ഞാൻ കാണുന്നു. അതുമാത്രം ചെറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റൊന്നും നിങ്ങൾ പറയണ്ട. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ